പ്രിയമുള്ളവരെ, എന്താ പാട്? സുഖല്ലേ? നമ്മൾ അടുത്തായിട്ടാ ചിക്കൻ കൊണ്ടാട്ടം. 1500 ആളെ പരിപാടിക്ക് 150 കിലോ ചിക്കൻ കൊണ്ടാട്ടട്ടാ. മസാല ഒക്കെ റെഡിയാക്കി വെച്ചിക്കണ്. നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോഴി പൊരിക്കാൻ കോഴിൻ്റെ മുട്ടമ്മ തന്നെ തുടങ്ങാം. നമ്മളൊരു 60 മുട്ട ഇട്ടാ, 60 കോഴിമുട്ട പൊട്ടിച്ചിട്ടു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ചപ്പ് എന്നിവ നല്ല ജ്യൂസാക്കി നല്ല പേസ്റ്റാക്കി അടിച്ച് വെച്ചിട്ടാ. ഒരു 1.5 കിലോ മുളക് പൊടി, 1/2 കിലോ മല്ലിപ്പൊടി, 1.5 കിലോ പൊടിയുപ്പ്. ഇതിലേക്ക് നമുക്ക് പിന്നെ സുർക്കൻ്റെ എസൻസ് ഇട്ടാം. നമ്മൾ പുളി കൂടുമ്പോൾ ചിക്കൻ്റെ മസാല നേക്കുണ്ടാവും, അടിപൊളിയായിരിക്കും. അതിലേക്ക് നമ്മളെ പവർ സാധനം ഗരം മസാല, ഏലക്ക, പട്ട, പൂവ്, വലിയ ജീരകം കൂട്ടി പൊടിച്ചാട്ട ഒരു 200 ഗ്രാം കൊടുക്കുന്നുണ്ട്. ഒന്ന് മൊഞ്ച് കൂട്ടാനൊരു 100 ഗ്രാം കളറിട്ടാ. നമ്മളെ കല്യാണമൊക്കെ അല്ലേ, പെണ്ണൊക്കെ മേക്കപ്പ് ഇട്ടിരിക്കുമ്പോൾ ഇനി ചിക്കനായിട്ട് മേക്കപ്പ് ഇട്ടിരിക്കാൻ വേണ്ടല്ലോ. ഇതാ നമ്മളെ അവസാന സാധനം, ലാസ്റ്റ് കണ്ടൻറ്റ് സാധനമാണ് കോൺഫ്ലവർ. ഒരു 6 കിലോ കോൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് ഇവിടെ കണ്ടങ്ങൾ സൂപ്പറായിട്ട് നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് നല്ല ക്രീമി ടച്ചിൽ മിക്സ് ചെയ്യട്ടാ. നമ്മൾ കൈക്ക് വെച്ച ചിക്കൻ 150 കിലോ ചിക്കൻ, ബ്രോയിലർ ചിക്കനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മളൊരു 1/2-3 മണിക്കൂർ മുന്നേ അത് കൈക്ക് വെച്ചേട്ടെ. കാരണം വെള്ളം നല്ല വാർന്നു പോയി നല്ല മൊത്തത്തിൽ വെള്ളമൊക്കെ ഒഴിഞ്ഞ് പോയെങ്കിലേ മസാല പിടിക്കുള്ളൂ. മറ്റേത് മസാലയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പൊരിക്കുമ്പോൾ ഉഷാറിട്ടില്ല. അപ്പോൾ നല്ല മട്ടത്തിൽ നല്ല ഉഷാറായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ടോ. 1/2 മണിക്കൂർ കഴിച്ച് നമ്മളിനി ചട്ടി വെച്ചിട്ട് പൊരിക്കാനുള്ള പരിപാടിയാണ്. നമുക്കൊരു പാമോയിൽ ഒരു 20 ലിറ്റർ പാമോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊരി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ചട്ടിയിലെ എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ. മറ്റേത് മസാല എണ്ണയിൽ മിക്സായി പോകും. അതാണ് ചില ആൾക്കാർ ചിക്കൻ പൊരിക്കുമ്പോൾ മസാലയിൽ പിടിക്കാത്തത്. നമ്മൾ ആ ഷിയാബാക്കാണ് നമ്മൾ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിയാബാക്ക ചിക്കൻ പൊരിക്കാൻ ഷിയാബാക്കാനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ കേട്ടോ. 150 കിലോ ഒക്കെ ചിക്കനൊക്കെ ഷിയാബാക്ക ഒറ്റക്കിട്ട് പൊരിച്ച് തീർക്കും. അപ്പോൾ നമ്മൾ ഈ പൊരിച്ച ചിക്കനെല്ലാം കൂടി മൊത്തത്തിൽ ഒരു ചെമ്പിലേക്ക് മാറ്റാൻ പോവാണ്. എല്ലാ ചിക്കനും കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ വേറൊരു ചട്ടി വെക്കാം. അതിലേക്ക് ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. 5 ലിറ്റർ വെളിച്ചെണ്ണ ചട്ടി കൊടുക്കുക. വൈറ്റുള്ള കേട്ടോ. അതുപോലെ പൊരിച്ച കറിവേപ്പില, പിന്നെ തക്കാളി സോസ്, ഒരു 6 ലിറ്റർ തക്കാളി സോസ് കയറും കേട്ടോ. തക്കാളി സോസിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 6 ലിറ്റർ തക്കാളി സോസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് 1 കിലോ ചതച്ചമുളകും നമ്മൾ കൊടുത്ത ബാക്കി എള്ളും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ വെളിച്ചെണ്ണ, ചൂടാക്കിയ വെളിച്ചെണ്ണ, മസാല ആക്കിയ വെളിച്ചെണ്ണ മൊത്തത്തിൽ കൊടുക്കുക. കൂടുതൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ചിക്കൻ കൊണ്ടാട്ട് റെഡി. ഇത്ര സുഖമുള്ള പരിപാടി വേറെ ഉണ്ട് മക്കളെ.